റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AK ബാലൻ. മതമൗലിക ശക്തികളുടെ നേതാവാകാനാണ് ഷാജിയുടെ ശ്രമം. കഴിഞ്ഞ 9 വർഷം മുസ്ലിം സമുദായത്തിന് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമാക്കണം. തലശ്ശേരി പള്ളി ആക്രമണത്തിൽ മുഖ്യമന്ത്രിക്ക് സംഖ്യയുടെ പരിവേഷം കൊടുക്കാനാണ് ഷാജി ശ്രമിച്ചതെന്നും AK ബാലൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. അയാൾക്ക് രാഷ്ട്രീയ നേതാവാകാൻ പറ്റില്ല എന്നുള്ളത് പോയി നമ്മാഷ് പറഞ്ഞിട്ട് ഏതെങ്കിലും മതമൗലിക ശക്തികളുടെ ഭാരവാഹിയായിട്ട് നടക്കുന്നതാണ് നല്ലത്. ലീഗ് അംഗീകരിക്കില്ല അദ്ദേഹത്തെ. മതം നഷ്ടപ്പെട്ടത് 9 കൊല്ലം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും എന്നല്ലേ പറഞ്ഞു. എന്താ മുസ്ലിംസിന് നഷ്ടപ്പെട്ട്? മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്താ നഷ്ടപ്പെട്ട്? വർഗീയത അതിൻ്റെ മൂർധന്യതയിൽ എത്തിക്കുകയാണ്. സംഘിൻ്റെ പരിവേഷം കൊടുക്കാനല്ലേ നിൽക്കുന്നത്. ജമാഅത്തേക്കെതിരായിട്ട് പറയുന്നത് ന്യൂനപക്ഷത്തിനെതിരാകും എന്ന് ഒരാളും ചിന്തിക്കില്ല, പറയില്ല. ഈ ഷാജി മാത്രമേ അത് പറയൂ. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന സമയത്ത് ശക്തമായിട്ടുള്ള നിലപാട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് എടുത്തിട്ടുണ്ടായാലും അതിനിപ്പം തമസ്കരിച്ച്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ KM ഷാജിക്കെതിരെയാണ് AK ബാലൻ പ്രതികരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, നേരത്തെ തന്നെ മൂത്തു നിറച്ച AK ബാലന് ബുദ്ധി കുറഞ്ഞു പോയെന്നും തലശ്ശേരി പള്ളി ആക്രമണത്തിന്റെ പ്രധാന ആസൂത്രകൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും KM ഷാജി ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ AK ബാലൻ മറുപടിയുമായി രംഗത്തെത്തിയത്. പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് പോലും KM ഷാജിയെ ഒരു നേതാവായിട്ട് അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും മതമൗലിക ശക്തികളുടെ നേതാവായിട്ട് നടക്കുന്നതാണ് KM ഷാജിക്ക് നല്ലതെന്നാണ് AK ബാലൻ ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി KM ഷാജി ഇരിക്കുന്ന കാലത്ത് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും പോയി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തിയ KM ഷാജിയെ ഞങ്ങൾ ആരും മറന്നിട്ടില്ല. ഒരുപക്ഷെ KM ഷാജി അത് മറന്നുപോയിട്ടുണ്ടാകാം എന്നുള്ളതാണ് AK ബാലൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തലശ്ശേരി പള്ളി ആക്രമണം നടക്കുമ്പോൾ തന്നെ അന്ന് രക്തസാക്ഷിയായ കുഞ്ഞിരാമനെ പലരും മറന്നുപോയി. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം എന്താണ് നിർവഹിച്ചെന്ന് പോലും ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നും AK ബാലൻ പറയുന്നുണ്ട്. ഇതിൽ ഹിന്ദുത്വ വർഗീയത അത് ഫാഷിസത്തിലേക്ക് നീങ്ങുമ്പോൾ മതന്യൂനപക്ഷങ്ങൾ ഒത്തൊരുമിക്കണമെന്നുള്ളതാണ് AK ബാലൻ പല ആവർത്തി പറഞ്ഞത്. അത് ഇനിയും പറയുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപമായാലും മാറാട് കലാപമായാലും അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് ആവർത്തിച്ച് പറയുമെന്നാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത്. അത് പാർട്ടി ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ തിരുത്തിയിട്ടില്ല. ഇനി തിരുത്തിയാൽ അത് അപ്പോൾ പറയാമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം ഇത് പാർട്ടിയുടെ നിലപാടാണെന്നുള്ളത് ആവർത്തിച്ച് AK ബാലൻ പറയുന്നു. സജി ചെറിയാന്റെ പ്രസ്താവനയുമായി ഇതിനെ കൂട്ടിയോജിപ്പിക്കേണ്ട കാര്യമില്ലെന്നും AK ബാലൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്. സ്മൃതി. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.